അറിയാതെ എന്റെ അപ്പം ഇന്ന് നിങ്ങൾ കണ്ട പോലെ അരുണാണ് നമ്മുടെ ടോപ്പിക്ക്. പഴമക്കാർ പറയുന്ന പോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്ത് തന്നെയായാലും കൈവിട്ടു പോയിട്ടുള്ളൊരു വാക്ക് കാരണം പുലിവാൽ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ അരുൺജി. ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള യൂട്യൂബിലെ അത്യാവശ്യം ഒരുപാട് ആളുകളൊക്കെ അറിയുന്ന ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ഫാമിലി ബ്ലോഗറാണ്. ഈ അരുൺജെ ഞാനായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് അരുണിനെ. അപ്പം കോമഡി കണ്ടന്റ് ക്രിയേറ്ററാണ് അരുൺജെ. ആള് സ്വന്തം അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും ഒക്കെ വെച്ചുകൊണ്ട് കോമഡി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫാമിലി മൊത്തത്തിൽ നല്ല ആക്ടിങ് ആണ്. അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ നല്ല അടിപൊളി വീഡിയോസാണ്, സൂപ്പറാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനും കാണാറുണ്ട് അവരുടെ വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. റീസെൻ്റ്ലി നമ്മൾ അരുൺജയുടെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഇവനായിക്കോട്ടെ അതൊരു റീൽസ് ആയിട്ട് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്ത് ആണെങ്കിൽ നല്ല രീതിക്ക് റീച്ച് ആവുകയും ചെയ്ത്. യൂട്യൂബിൽ തന്നെ ഇതുവരെ 35 ലക്ഷത്തിന്റെ മുകളിൽ ആൾക്കാരാണ് ഈ വീഡിയോസ് കണ്ടിട്ടുള്ളത്. പെണ്ണ് കണ്ട് വന്നതിന് ശേഷം കല്യാണത്തിന് സാരി എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ഇവനൊരു വ്ലോഗായിട്ടങ്ങ് ചെയ്ത്. ആ വ്ലോഗിന്റെ തുടക്കം തന്നെ ഇവനൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അതാണ് അവന് പുലിവാലായി അവന്റെ. പിന്നീട് അങ്ങോട്ട് ഇവൻ ഫുൾ എയറിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ വീഡിയോയുടെ തുടക്കം നമുക്കൊന്ന് കണ്ടുനോക്കാം. കാര്യങ്ങൾക്കൊരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയെന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കാണ് എല്ലാത്തിനും തുടക്കം കുറിച്ച്. അതായത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു. അവര് വന്നിട്ട് മുക്കാൽ ചെമ്പ് ബിരിയാണിയും കഴിച്ച് കച്ചവടം അങ്ങ് ഉറപ്പിച്ച് എന്നുള്ള ആ ഒറ്റ ഡയലോഗിന്റെ പുറത്താണ് അവൻ ഇറങ്ങി. ഒരു വിഭാഗം ആൾക്കാരായിക്കോട്ടെ, നിനക്ക് നാണമുണ്ടോ ഭക്ഷണം കൊടുത്തതിന്റെ കണക്ക് പറയാൻ എന്നും പറഞ്ഞ്, മറുവിഭാഗം ആയിക്കോട്ടെ ഇവൻ വേറൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ച് എന്നുള്ള രീതിക്ക്. ആ ഒരു ഡയലോഗ് ഒട്ടുമിക്ക ആളുകൾക്കും പിടിച്ചില്ല എന്നുള്ളതാണ്. വേറെ കുറച്ച് ആൾക്കാരായിക്കോട്ടെ കല്യാണം ഉറപ്പിച്ചതിന് എങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ച് എന്ന് പറയാ. അപ്പൊ ഇവന് കല്യാണത്തിന് കച്ചവടമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ പെണ്ണെ നീ സൂക്ഷിച്ചോ. എന്തൊക്കെ പറഞ്ഞാലും മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. ആറഞ്ചും പൊറഞ്ചും മറ്റേ കമന്റ് ബോക്സ് മുഴുവൻ തെറിവിലയാണ്. ചില കമന്റുകൾ വായിച്ചു തരാം. പെണ്ണെ നീ മുങ്ങിക്കോ, സംസ്കാരമില്ലാത്തവനാണ് ഇവൻ, പിന്നെ പെങ്ങളുടെ കല്യാണത്തിനും ഇത് തന്നെയായിരിക്കും അവസ്ഥ, കല്യാണം കച്ചവടമായിട്ട് കാണുന്നവൻ, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് കമന്റിന്റെ പെറുവിളിയുടെ പൂരം തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഈ കമന്റ് ബോക്സിൽ ഇവർ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. എന്തായാലും അരുണിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അതാണ് പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വളരെ കറക്റ്റായിട്ട് വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് അങ്ങേയറ്റം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആളുകൾ വരെ എയറിൽ പോവാറുണ്ട്. ചിലത് ഭയങ്കര കോമഡിയാണെന്നും പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് നേരെ തിരിച്ച് വേറെ മൈൻഡിൽ മെൻറ്റാലിറ്റിയിൽ എടുക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അത് കോമഡി ആയിട്ട് മാത്രം കാണാതെ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിക്കാക്കുന്ന ആളുകളും ഉണ്ട്. പല പല ആളുകളാണല്ലോ വീഡിയോസ് കാണുന്നത്. എല്ലാവരുടെ മൈൻഡ് ഒരുപോലെ ആയിരിക്കില്ലല്ലോ. എന്തായാലും സംഗതി കൈവിട്ട് പോയി എന്ന് അറിഞ്ഞതിന് ശേഷം അരുൺജി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കിയാലോ.
സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക, ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. പലരും ഇങ്ങനെ കമൻറ്റിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോടുകൂടി പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമാണിക്യത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിലും. അതെപ്പോഴോ പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് മുറക്കി അല്ല തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക, അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. സകല മുതലാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട്. ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്നും പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല, അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ മൈൻഡിൽ എന്താണ്, രായമാണിക്യ സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോവുകയാണ്, ഞാൻ അങ്ങനെ രീതിയിൽ പറഞ്ഞു പോയല്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് അങ്ങ് പോയ കാര്യം അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിരുന്ന് ആലോചിക്കണം, ഓ ഇതിങ്ങനെയാണല്ലേ ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആൾക്കാർ പല രീതിയിൽ കിണ്ടിയും കീറിയും മുറിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വേറെ രീതിക്ക് പല രീതിക്കും വ്യാഖ്യാനിക്കപ്പെടും. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ, അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, ഇത്ര പറഞ്ഞാൽ തന്നെ ധാരാളം മതിയല്ലോ. ആളുകൾ ഇതിനെ വളച്ചൊടിച്ച് വേറെ രീതിക്കാക്കാൻ ഇത് തന്നെ ധാരാളം. നീയാ പറഞ്ഞിട്ടുള്ള കച്ചവടം ഉറപ്പിച്ച് എന്നുള്ള ആ ഒറ്റ ഡയലോഗ് മതിയല്ലോ. ആ ഒരു വീഡിയോക്ക് അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ്, പെണ്ണ് വീട്ടുകാർക്ക് ഒളിപ്പുണ്ടെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകണം എന്നൊക്കെ. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഓഡിയൻസിൻ്റെ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് ആക്കിയിട്ട് മാറ്റിക്കളയും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കോമഡി പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ കോമഡി ആയിട്ട് എടുക്കുന്നത് കാണുന്നവർ കേൾക്കുന്നവർ ചിലപ്പോൾ അത് കോമഡി ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ തീർന്നില്ലേ കഥ. അപ്പം വളരെ സൂക്ഷിച്ച് മാത്രം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. ഇതുകൊണ്ടൊന്നും നീ തളർന്നു പോകണ്ട. ഇനി അങ്ങോട്ടേക്ക് കല്യാണമൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടോ. ഇതൊന്നും മനസ്സിൽ വെച്ചിട്ടിരിക്കേണ്ട കാര്യമല്ല. അപ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും മാത്രം വീഡിയോസും കോമഡി ആണെങ്കിലും കോമഡിയൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പം ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ഹൈപ്പും കൂടെ കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്തിട്ട് കാണണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ